ടു another episode ഓഫ് ഫിൽറ്റർ കാപ്പി. ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാനാണ്. കുറെ കാലമായി ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട്, കാരണം ഈ മൂവിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓട്ടം കാരണം മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കാലമായി. സോ ഇന്ന് എന്തായാലും ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് എന്റെ പ്ലാൻ. ഇന്ന് ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അവരും കൂടി വരുന്ന സ്ഥിതിക്ക് നമുക്ക് ചിക്കൻ ബിരിയാണി ആക്കാന്ന് വിചാരിച്ചു. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയാറുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും എന്റെ ബിരിയാണി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ റെസിപ്പി ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആക്ച്വലി ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ഇടാന്ന് പറഞ്ഞുണ്ടായിരുന്നു. ഇങ്ങനെ എടുത്ത് വാഗ്ദാനം ചെയ്തത്. വാഗ്ദാനങ്ങളൊന്നും നടക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നൊരു ബിരിയാണി കണ്ടന്റ് ആക്കാന്ന് വിചാരിച്ചു. So welcome to a brand new episode of Filter Copy. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്ത്? യെസ്, യു ആർ റൈറ്റ്, ചിക്കൻ. നമുക്ക് ആദ്യം ചിക്കൻ കൊണ്ടുവരാം. ഹിയർ ഇസ് മൈ ചിക്കൻ ഗൈസ്. ഞാൻ യൂഷ്വലി നമ്മുടെ തൈ പീസ് ഇല്ലേ, ആ തൈ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് തൈയാണ്, പക്ഷെ ഞാൻ മറ്റേ ഹോൾ തൈയാണ് മേടിക്കാറ്. തൽക്കാലത്തേക്ക് ഞാൻ സെപ്പറേറ്റ് തൈ എടുത്തു. ഇത് തല, ഇത് തൊട. തൈയുടെ തലഭാഗം, ഇത് തൊടഭാഗം. സോ ദിസ് ഇസ് ചിക്കൻ. അപ്പൊ ചിക്കൻ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. കാരണം ചിക്കനിന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ചിക്കൻ മാരിനേറ്റും ചെയ്യുന്നില്ല, ഫ്രൈയും ചെയ്യുന്നില്ല. നേരിട്ട് നമ്മുടെ ഗ്രേവിയിലോട്ട് പോണ സാധനമാണ്. ചിലവർക്ക് അത് ഫ്രൈ ചെയ്ത് ഇടാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്റെ ബിരിയാണിയിൽ ഞാൻ ഫ്രൈ ചെയ്യാറില്ല. സോ അത് പഠിപ്പിക്കട്ടെ. അടുത്ത് നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് ഒനിയൻ. സവാളഗിരി. സവാള ഇല്ലാതെ എന്ത് ബിരിയാണി? സവാളയാണ് മെയിൻ. ബിരിയാണിയുടെ മെയിൻ എന്ന് പറഞ്ഞ് സവാളയാണ്. അപ്പൊ നമുക്ക് സവാള, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പറഞ്ഞ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുടെ അരിയിലും പിടിക്കലാണ് നമ്മുടെ ഫസ്റ്റ് മെയിൻ പരിപാടി. അതൊക്കെ ഇരിക്കട്ടെ. നമുക്ക് ഇപ്പൊ ചെയ്യേണ്ട പരിപാടി പാചകത്തിലോട്ട് കിടക്കാം, അല്ല അരിയിൽ വെട്ടിമുറുക്കലിലോട്ട് കിടക്കാം. അപ്പൊ അതിനായി നമുക്ക് ആദ്യം വേണ്ടത് സവാള. നമുക്ക് സവാള എടുത്തിട്ട് വരാം. എന്തോരം സവാള വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരും. എന്തോരം സവാള വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിലധികം വേണം. കാരണം നമുക്ക് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഗാർണിഷിനും വേണ്ടിയും പ്ലസ് ബിരിയാണിയുടെ ഉള്ളിലും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോഴാണ് ഇത്തിരി ടേസ്റ്റി ആവത്തുള്ളൂ. സോ സവോള നമുക്ക് അപ്പൊ അതിനും വേണം, ഗ്രേവി ഉണ്ടാക്കാനും വേണം. സോ കുറച്ചധികം വേണം എന്നർത്ഥം. അതുകൊണ്ട് ആരും പിസ്ക് കാണിക്കരുത്. ഓക്കെ, ബി ലാവിഷ് ഓൺ സവോള. അപ്പൊ ഞാൻ സവോള പറക്കട്ടെ, ഞാൻ മേടിക്കട്ടെ. ഓക്കെ, 1 2 3 4 5. ഇതിനിടയിൽ ഒരു മുട്ട പപ്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതിനും കൂടെ നമ്മൾ എക്സ്ട്രാ സവോള എടുക്കുന്നുണ്ട്. സോ അളവ് കൂടുതലാണെങ്കിൽ ഡോണ്ട് വെറി, കാരണം ഇറ്റ്സ് ഫോർ മൈ മുട്ട പപ്സ്. എന്നെ കാണുന്നില്ല. ഫോക്കസ്. നോ സവോള. ഓക്കെ, അപ്പൊ എന്ത് ഞാൻ പറയുന്നത്? ഓക്കെ, അതുകൊണ്ട് മുട്ട പപ്സിന്റെ വീഡിയോ വരുന്നില്ല. ഓൺലി ജസ്റ്റ് ബിരിയാണി വീഡിയോ ഇൻ ദിസ് വ്ലോഗ്. മുട്ട പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണിക്കാം. അത് നമ്മൾ വെറും മുട്ട പപ്സ് അല്ല, നമ്മുടെ പേസ്ട്രി ഷീറ്റ് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, നമ്മൾ സ്വയം കുഴച്ച് പരത്തി ഉണ്ടാക്കുന്ന പേസ്ട്രി ഷീറ്റ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. അതിനുള്ള നമ്മൾ ആക്ച്വൽ എഫേർട്ട് എടുക്കുന്ന മുട്ട പപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സവാള എടുത്ത് നുറുക്കി ഞാൻ വെള്ളത്തിൽ മുക്കി വെക്കാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആസിഡ് ഇത്തിരി കുറവുണ്ടാവുമ്പോ കണ്ണ് പുകച്ചിൽ ഇത്തിരി കുറയും. സോ ജസ്റ്റ് വെള്ളത്തിൽ കുറച്ചു നേരം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കഴുകിയെടുത്താലും മതി. മാക്സിമം സവോള കനം കുറച്ച് അരിയുമ്പോഴാണ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ എല്ലാവരും ഈക്വൽ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ചിലതൊക്കെ കരിയും, ചിലതൊക്കെ സ്റ്റിൽ വെള്ള കളറിലിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ നല്ല തിൻ സ്ലൈസ് ആയിട്ട് സവോള അരിയാണെങ്കിൽ എല്ലാം ഒരുപോലെ ക്രിസ്പി ആൻഡ് ബ്രൗൺ കളർ ആയിട്ട് വരും. യു ക്യാൻ സീ മൈ സവോള. എനിക്കിങ്ങനെ തിന്നാവണം എന്നാണ് ഇഷ്ടം. ഇഫ് യു വാണ്ട് ടു സീ the thickness, എങ്ങനെ കാണിച്ചാൽ കാണാൻ പറ്റിയിരിക്കും. യു ക്യാൻ സീ മൈ സവോള. ഇങ്ങനെ ഭയങ്കര കനം കുറവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും വറക്കുമ്പോൾ.
അപ്പം നമ്മുടെ ബിരിയാണിക്ക് വേണ്ട സവോളയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സോ എല്ലാം നമ്മൾ മാക്സിമം തിന്നായിട്ട് അരിയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കിത് കാണാം. സോ തിന്നായിട്ട് അരിയാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം യൂണിഫോം ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരും. അല്ലെങ്കിൽ ചിലതൊക്കെ വൈറ്റ് കളറും ചിലതൊക്കെ ഓവറായിട്ട് കരിഞ്ഞു പോലും ചെയ്യും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുന്നതാണ്. സോ നമുക്കത് എന്തിനു യൂസ് ചെയ്യാം? ഗ്രേവി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പ്രെപ്പ് ചെയ്ത് വെക്കുകയാണ്. സോ എത്രയും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇടയിൽ നമ്മൾ ചാടി ഓടി ഓരോന്ന് അറിയാൻ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ പോകും. സോ നമ്മുടെ ഈ ബിരിയാണിയിൽ നമ്മൾ വേറെ സ്പൈസസ് അല്ല, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ സ്പൈസിനെസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ ഗ്രീൻ ചില്ലീസാണ്. സോ നിങ്ങൾക്ക് എത്രത്തോളം ബിരിയാണി സ്പൈസി ആക്കണോ അതിനനുസരിച്ച് നിങ്ങളുടെ പച്ചമുളകിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം. സോ ഞാനിവിടെ അധികം സ്പൈസി ആക്കുന്നില്ല. യൂഷ്വലി ബിരിയാണി ഇത്ര സ്പൈസി അല്ലല്ലോ. എല്ലാവർക്കും വെളുത്തുള്ളി നന്നാക്കാൻ അവരുടേതായ ട്രിക്ക് ഉണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ട് കുപ്പിയിലിട്ട് കുലിക്കുന്നു. അങ്ങനെയൊക്കെ കുലിക്കുക കഴിഞ്ഞാൽ വെളുത്തുള്ളി പെട്ടെന്ന് തൊണ്ട് കളയാണ്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? സോ നിങ്ങൾക്ക് വെളുത്തുള്ളി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫോക്കസ്. ഓക്കെ, ഫോക്കസ് പോയല്ലോ. ഓക്കെ, ഞാനാണെങ്കിൽ വെളുത്തുള്ളി ഇങ്ങനെ നടുമുറിക്കും, എന്നിട്ട് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തെടുക്കും. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഈസി വേ. അതാകുമ്പോൾ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തീരും. നടുമുറിക്കുന്നു, അടുത്തുന്നു, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നു. പോയി. സോ ഇങ്ങനെയാണ് ഞാൻ വെളുത്തുള്ളി തൊണ്ട് കളയാറ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് മിക്സിയിലിട്ട് ഒരു 2 ഡ്രിപ്പ് ചെയ്താൽ മതി. അധികം പേസ്റ്റ് ആക്കണ്ട, സ്റ്റിൽ ചോപ്പ് പോലെയൊക്കെ മതി. ഓക്കെ, നമ്മൾ ഇഞ്ചി അരച്ചു ഗൈസ്. എന്നെ മാത്രം ഫോക്കസ് ചെയ്യണോ? ശേ, എല്ലാവർക്കും എന്നെ മതി. ചിലർക്ക് ഇവിടെ എൻ്റെ കമൻറ്റ് ഇഷ്ടമായില്ല. എൻ്റെ കമൻറ്റിങ് ഇഷ്ടമായില്ല. നമുക്ക് അരിഞ്ഞു വെക്കേണ്ടത് തക്കാളി, പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയില, മിന്റ് ലീവ്സ്, ഇത് രണ്ടും ചോപ്പ് ചെയ്ത് വെക്കാം. തക്കാളി നമുക്ക് ബിരിയാണിയിൽ നല്ല ആവശ്യമായിട്ടോ. ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഒട്ടും കുറയ്ക്കേണ്ട ഒരു 4 മതിയോ. അടുത്തത് നമ്മുടെ മല്ലിയില ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ മതി. ഇത് നമ്മുടെ ബിരിയാണിയുടെ മസാലയ്ക്ക് ഉള്ളതാണ്. അതിന് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഗ്രേവിയിൽ ഇടാനുള്ളതാണ്. ബാക്കി കുറച്ച് നമുക്ക് ഗാർണിഷിനും വേണം. സാറില്ല. അപ്പൊ ഗൈസ്, ഞാൻ അതിൻ്റെ ഇടയിൽ മുട്ട പപ്സ് ഉണ്ടാക്കാൻ ഓടിക്കായിരുന്നു. അപ്പോൾ ബാക്ക് ടു അവർ ബിരിയാണി പ്രോസസ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കല്ല, ജസ്റ്റ് പാത്രത്തിൽ മാറ്റി വെക്കാം. ഇവിടെ ഈ വീട്ടിൽ ആരെങ്കിലും ഒച്ച ഉണ്ടാക്കിയ എല്ലാവരും ചോട്ടിക്കൂട്ടി. ഒരു പാവം വളർന്നു വരുന്ന യൂട്യൂബറിന്റെ വേദനം. അപ്പം ഗൈസ്, നമ്മുടെ പ്രെപ്പിംഗ് ഒക്കെ തീർന്നു. എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ആക്കിയാൽ മതി. ഇതാവുമ്പോൾ എന്ത് സുഖമാണ്. ഇടയിൽ വേറെ പരിപാടിക്കൊന്നും പോകണ്ട, മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് പിടയ്ക്കാം. അപ്പോൾ നമുക്കിനി കുക്കിംഗ് പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു സോസ് പാനായിട്ട് കൊടുക്കുന്നത്. കാരണം സോസ് പാൻ ആകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ലാഭിക്കാം, നമ്മുടെ അനിയൻസിന് നമുക്ക് ഡീപ്പ് ഫ്രൈയും ചെയ്യാം. അതിനാണ് സോസ് പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ സവോളയിട്ട് ക്രിസ്പി ആയിട്ട് വരുന്ന വരെ നമുക്ക് ഇളക്കി അത്ര നേരം ഇളക്കൊന്നും വേണ്ട, പാകത്തിന് ഇളക്കിയാൽ മതി. പിന്നെ നമ്മുടെ ഈ സവോള വറുത്തെടുക്കുമ്പോൾ പ്രത്യേകത, സവോള ബ്രൗൺ ആവണേക്കാളും തൊട്ട് മുന്നേ നമ്മൾ കോരിയെടുക്കണം. കാരണം കോരിയെടുത്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടിയും കറക്കും. ആദ്യമൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ കറക്റ്റ് ബ്രൗൺ ആകുമ്പോൾ കോരിയെടുക്കുമ്പോൾ പിന്നെ അവിടെ ഇരുന്നിട്ടാണ് തോന്നും, കറിയിലേക്ക് ഇടാറാകുമ്പോഴേക്കും ഭയങ്കര കരിഞ്ഞിരിക്കണ പോലെ തോന്നും. സോ നിങ്ങളതിനും അത് സൂക്ഷിക്കേണ്ടതാണ്. ആ വെളിച്ചെണ്ണയിൽ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. ഉണക്കമുന്തിരിയാണ് ഞങ്ങൾ കിസ്മിസ് എന്ന് പറയും. ഇതെങ്ങനെയാണോ പേര് വന്നത് എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിലിട് കിസ്മിസ്. അപ്പോൾ അങ്ങനെ കിസ്മിസും അണ്ടിപ്പരിപ്പ് എന്നെങ്കിലും നിങ്ങളും പറയാറ്, ഞങ്ങൾ അണ്ടിപ്പരിപ്പ് എന്നെങ്കിൽ പറയാറ്. അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുക. ബ്രൗൺ ആകുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുക, കരിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ ഗാർണിഷിനുള്ള പരിപാടി സെറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും വേറെ പണിയൊന്നുമില്ലല്ലോ. ബിരിയാണി നമ്മൾ ഉണ്ടാക്കണേക്കാൾ മുന്നേ
നമുക്ക് ഈ ഗാർണിഷ് സെറ്റപ്പ് ചെയ്ത് വയ്ക്കാം. ഗാർണിഷ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വറുത്ത സവോളയും കിസ്മിസും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ മല്ലിയില എല്ലാം കൂടി ഒരു ബൗളിലോട്ടിട്ട് കുറച്ച് ഗരം മസാല ഒരു അല്പം കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റ്. നമ്മുടെ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യില്ലേ, അതിനുള്ള സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ യെസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഗാർണിഷ്. ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ വന്ന കാരണം ഇനി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം കഴിഞ്ഞ വർഷത്തെ വീഡിയോ പോലെ കുളമാവണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വോയിസ് ഓവർ ചെയ്യാം. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനൊന്നും പറയണമില്ല, അപ്പോൾ അതിനേക്കാളും ബെറ്റർ വോയിസ് ഓവർ ചെയ്യുന്നതല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ ഗാർണിഷ് പരിപാടി സെറ്റായി, അതങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ കുക്കിംഗ് പരിപാടിയിലോട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ പപ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പപ്സും കൂടി ഉണ്ടാക്കണ്ടായിരുന്നു. സോ പപ്സ് കഴിക്കാനുള്ള ആക്രാന്തമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, പണ്ടേ പപ്സ് മലയാളികൾക്കൊരു വികാരമാണല്ലോ. എനിക്കറിയത്തില്ല, എനിക്ക് പപ്സിൻ്റെ ഒപ്പം എനിക്ക് കെച്ചപ്പ് ഇഷ്ടമല്ല. എല്ലാവരും പപ്സും കെച്ചപ്പും കഴിക്കും, എനിക്കിഷ്ടമല്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മുടെ പരിപാടിയിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ ബിരിയാണി ചെമ്പെടുത്ത് വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഒരുപാട് നെയ്യായി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഭയങ്കര ഓയിലി ആവും. സോ ഞാൻ വിചാരിച്ചു കുറച്ച് നെയ്യ് ഒഴിക്കാമെന്ന്. പിന്നെ നാട്ടിലത്തെ RKG നെയ്യാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ RKG നെയ്യില്ല, കിട്ടാനില്ല. നെയ്യ് എവിടെ പോയി തപ്പിയാലും RKG നെയ്യ് കിട്ടാൻ പാടാം. അങ്ങനെ നമ്മുടെ RKG നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മുടെ സവോള വറുത്ത് കോരി വെച്ചാൽ വെളിച്ചെണ്ണ ഇല്ലേ, എന്തിനാ വെറുതെ വെളിച്ചെണ്ണ കളയണേ, ആ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ചട്ടിയിൽ ഒഴിക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ബിരിയാണിക്കുള്ള സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കറുവപ്പട്ട അങ്ങനത്തെ ഐറ്റംസ്, ആ സാധനങ്ങളൊക്കെ ഇടുക. സവോള ഇടുക. വഴണ്ട് വരണ വരെ ഇളക്കിയിരിക്കാം. സോറി ഗൈസ്, ഞാൻ നേരത്തെ വെളിച്ചെണ്ണ എന്നല്ല പറഞ്ഞേ, വെളിച്ചെണ്ണ. ഞാൻ എല്ലാ ഓയിലിനും വെളിച്ചെണ്ണ എന്ന് പറയാം. നാട്ടിൽ നമ്മളിപ്പോൾ അത് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും. ഞാനിവിടെ ഉപയോഗിച്ചത് ഏത് ഓയിലാണ്, വെജിറ്റബിൾ ഓയിലാട്ടോ, അല്ലെങ്കിൽ കനോല ഓയിലായാലും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും ഉപയോഗിക്കും. ഒരിക്കലും ബിരിയാണിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു കേൾക്കുന്നത് അറിയത്തില്ല. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് മാത്രമല്ല, നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക് നമുക്കിതിലോട്ടിടാം. ജിഞ്ചർ. സോ ലെറ്റ്സ് ഡു ദാറ്റ്. അങ്ങനെ നമ്മുടെ സവോള ഒന്ന് വാടി വരുമ്പോൾ കേട്ടോ, നന്നായി അങ്ങോട്ട് വാടി കുഴയണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. അപ്പോൾ അതിലോട്ട് നമ്മുടെ പിന്നെ ജിഞ്ചറും ഇഞ്ചിയും കൂടി ഒരുമിച്ച് ജിഞ്ചി ആയിപ്പോയി. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരച്ച് വെച്ചത്, ചോപ്പ് ചെയ്ത് വെച്ചത് അതിലോട്ട് ചേർക്കാം. പിന്നെ അവിടെ നിന്ന് ഒന്നുകൂടി ജസ്റ്റ് ഒരു പച്ചമണം മാറുന്ന വരെ ഒന്നിളക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കണം, നന്നായി അങ്ങോട്ട് കുഴയണ്ട, സവോള കുഴയണ്ട. സവോള ഇത് വാടുന്നേക്കാൾ മുന്നേ തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യണം. അപ്പം അടുത്ത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ. തക്കാളി എപ്പോഴും ക്യൂബായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. സ്ലൈസ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും. കാരണം നമ്മൾ എന്തായാലും ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി സമയമെടുക്കും. സോ ഇങ്ങനെ കഷ്ണാക്കി ഇട്ടാൽ മതി. പിന്നെ ഞാൻ സ്ലൈസ് ചെയ്തിട്ട് നോക്കിയിട്ടൊന്നുമില്ല, ഞാനിങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതും ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളിനി പാകത്തിന് ഉപ്പിടാം. ഞാൻ നേരത്തെ ഉപ്പിടാൻ വിട്ടുപോയതാണ്, എന്നാലും കുഴപ്പമില്ല. പാകത്തിന് ഉപ്പിടാൻ മറക്കാതിരുന്നാൽ മതി. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അത്യാവശ്യമുള്ള സാധനമാണ് തൈര്. ബിരിയാണിയിൽ ഏറ്റവും വേണ്ടതാണ്, നമ്മുടെ മുഖ്യം ബിഗ്ലി എന്ന് പറയുന്ന പോലെ ബിരിയാണിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് തൈര്. തൈര് എന്തോരം വേണമെന്ന് വെച്ചെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ മതി. ഓവറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചിക്കൻ മോരുകറി ആക്കരുത്. അതിനേക്കാളും ഭേദം കുറച്ച് ഇട്ടാൽ മതി. 3 ടേബിൾ സ്പൂൺ, അധികം പോകണ്ട. പിന്നെ നിങ്ങളുടെ ചിക്കന് അളവനുസരിച്ച് കൂട്ടി കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം 2 കിലോൻ്റെ അടുത്തുണ്ട് തോന്നുന്നു ചിക്കൻ. എനിക്കങ്ങനെ കറക്റ്റ് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ അധികം ചിക്കൻ ഉണ്ട്. സോ 3 ടേബിൾ സ്പൂൺ മതി.
ഇപ്പം നിങ്ങളുടെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചോ, അല്ലെങ്കിൽ നല്ല പുളി ഉണ്ടാവുമായിരിക്കും. അടുത്തതിടാൻ പോണ ഐറ്റമാണ് നമ്മുടെ മെയിൻ സാധനം, സവാള. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയാണ് കേട്ടത്. ഇതാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ മെയിൻ സാധനം എന്ന് പറയുന്നത്. ഈ സവോളയാണ് നമ്മുടെ ചിക്കൻ കറിക്ക് ആ ഒരു കളറും ഫ്ലേവറൊക്കെ കൊടുക്കുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു വട്ടം സാധാ ചിക്കൻ കറി ഇല്ലേ, സാധാ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു പരീക്ഷണം നടത്തിയായിരുന്നു. സംഭവം കിട്ടില്ല കേട്ടോ. ശരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ കറി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ, എനിക്കറിയാം ഇത്തിരി മെനക്കെട്ട പണിയാണ് ഈ സവോളയൊക്കെ വറുത്തെടുത്ത് ഇടാമെന്ന് പറയുന്നത്, എന്നാലും നിങ്ങൾ സമയമുള്ള സമയത്തൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. ഇനി അതിലോട്ട് നമുക്ക് ബാക്കി മല്ലിയില, പുതിനില അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞൊന്ന് പാകമായി വരുമ്പോൾ ജസ്റ്റ് വേവിക്കാൻ വെക്കുക. ആക്ച്വലി മൂടി വെച്ച് വേവിക്കണം എന്നില്ല, കാരണം ഞാൻ ഇത്രയും കാലം ഞാൻ ബിരിയാണി ട്രൈ ചെയ്യുമ്പോൾ ഞാൻ മൂടി വെച്ച് വേവിക്കുമ്പോൾ വെള്ളം ആവിയായിട്ട് വന്ന് വീണ് വെള്ളമായിട്ട് വരും. സോ ഞാൻ ഒരുപാട് വട്ടം പല രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ നമ്മൾ ഒരുപാട് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ വെള്ളം കുടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ ഇത് വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങും ചിക്കനിൽ നിന്ന്. പിന്നെ നമ്മൾ ആ ചിക്കൻ്റെ വെള്ളം വറ്റാൻ വേണ്ടി നോക്കുമ്പോൾ ചിക്കൻ അങ്ങോട്ട് ഉടഞ്ഞു പോയിണ്ടായിരിക്കും. സോ ബെറ്റർ, അത് പലർക്കും പല അഭിപ്രായമാണ് ചിക്കൻ കഴുകണമെന്നും കഴുകണ്ടെന്നും. പക്ഷെ ഞാനിവിടെ എൻ്റെ ചിക്കൻ കഴുകിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇത്ര ഹൈ ഹീറ്റിലൊക്കെ കുക്ക് ചെയ്യുന്നതല്ലേ, നിങ്ങൾ ഈ ബാക്ടീരിയനെ പറ്റിയൊന്നും പേടിക്കണ്ട. എല്ലാവരും അങ്ങനെ ചിക്കൻ കഴുകണം താല്പര്യപ്പെടുന്നവരല്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാഗ്യത്തിന് എൻ്റെ ചിക്കൻ കറി ഈ മസാല അധികം വെള്ളമില്ല. സോ ഇങ്ങനെ തന്നെ തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിൽ വരും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതെല്ലാം വെന്തൊന്ന് വന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ഗരം മസാലയും കൂടി ആഡ് ചെയ്യണം. ഞാൻ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. നല്ല നാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല ഗരം മസാലയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അരി കഴുകാം. ഞാനിവിടെ എടുത്തേക്കുന്ന അരി നമ്മുടെ ജീരകശാല കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് നമ്മുടെ ജീരകശാല അരി ഉപയോഗിക്കുന്ന കാരണമാണ്. വലിയ അരിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ജീരകശാല കുഞ്ഞരി എടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ ജീരകശാല അരി നന്നായി കഴുകി ഒന്ന് വാലാൻ വെക്കണം. ഞാൻ ജസ്റ്റ് കഴുകി വാലാൻ വെക്കുന്നുള്ളൂ. ചിലരൊക്കെ ഇത് കുതിർത്തി 20-30 മിനിറ്റൊക്കെ വെക്കാറുണ്ട് വെള്ളത്തിൽ. പക്ഷേ ഞാൻ ജസ്റ്റ് വാലാൻ വെക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമ്മുടെ ബിരിയാണി റൈസ് റെഡിയാക്കാം കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ റൈസിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. ഇതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മുടെ നേരത്തെ ബിരിയാണി മസാല ഉണ്ടാക്കിയപ്പെട്ട സ്പൈസസ് ഇല്ലേ, അതെല്ലാം നമ്മുടെ നെയ്യിൽ നന്നായി ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അരി ഇട്ട് റോസ്റ്റ് ചെയ്തു. നമ്മുടെ കഴുകി വന്ന അരി ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ ചിലവരൊക്കെ ഇതിൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചിട്ടോ, സ്വല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും സവോളയും ഇടണം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഞാനും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട്. ഇന്ന് ഞാൻ ഇട്ടില്ല എന്നുള്ളൂ. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. പക്ഷെ അത് ഓപ്ഷണലാണ് കേട്ടോ. എന്ന് വെച്ചാൽ അധികം കറി ഉണ്ടാക്കണ പോലെ വാരിക്കോരിടണ്ട. ജസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒരു 1/2 ടേബിൾ സ്പൂൺ മതി, ഒരു ടീസ്പൂണൊക്കെ, അതൊക്കെ ധാരാളം. പിന്നെ അരിക്കുള്ള വെള്ളം അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമായിട്ട് എടുക്കാറ്. ചിലവരൊക്കെ 2 ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കാറുണ്ട് 1 കപ്പ് അരിക്ക്. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്തു. ഞാനിവിടെ 1.5 കപ്പ് എടുക്കുന്നുള്ളൂ. എൻ്റെ 1.5 കപ്പ് കൊണ്ട് എൻ്റെ അരി വേവാറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ വെന്ത് കഴിഞ്ഞാൽ അധികം സാഹസമൊന്നും കാണിക്കേണ്ട. പയ്യെ ഒന്ന് ഇളക്കിയാൽ മതി. അധികം ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. നമ്മുടെ അരി ഇപ്പോൾ വെന്ത് സെറ്റായിട്ട് അടുത്ത നമ്മുടെ മെയിൻ പരിപാടിയാണ്. നമ്മുടെ ബിരിയാണിയുടെ മുഖ്യ ഘടകങ്ങളെല്ലാം തീർന്നു. ഇനി അവസാനത്തെ ഒരു ഫൈനൽ ലെയറിങ് ആണ് ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കനിൽ നിന്ന് പകുതി ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പകുതിയുടെ മേലെ റൈസ് ഇട്ടു. പിന്നെ സ്വല്പം നെയ്യ് ഒഴിച്ചു. ബാക്കി പിന്നെ നമ്മുടെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ഗാർണിഷ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൊറിയാണ്ടർ ലീവ്സും പിന്നെ വറുത്തെടുത്ത സവാളയും അതിലേക്ക് കുറച്ച് ഗരം മസാലയും അതായിരുന്നു കേട്ടോ നമ്മൾ ഗാർണിഷ് നമ്മൾ സെറ്റ് ചെയ്തത്. അത് കുറച്ച് നമ്മുടെ ലെയറിൻ്റെ മേലെ അരിയുടെ മേലെ ലെയർ ചെയ്തിടണം. അതുകൊണ്ട് പിന്നെ നമ്മുടെ അരി ഇതേ പ്രോസസ്സ് ഇപ്രാവശ്യം അതേ പ്രോസസ്സ് അല്ല കേട്ടോ. ചിക്കൻ ഇടാൻ മറക്കരുത്. മാറ്റി വെച്ച് ചിക്കൻ ഇട്ടിട്ട് പിന്നെയും അരി ഇടുന്നു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. പിന്നെ വീണ്ടും നമ്മുടെ ഗാർണിഷ് ഇടുന്നു. അത്രയേ ഉള്ളൂ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അലുമിനിയം ഫോയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ദം അടിക്കണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കനലൊക്കെ ഇട്ട് ദമ്മൊക്കെ ചെയ്യാം. മറ്റേ മൈദയൊക്കെ വെച്ച് മറ്റേ മുകളിലത്തെ മൂടിക ഒട്ടിച്ചതിന് ശേഷം മേലെയും കനൽ പിന്നെ ചെറിയ കനലിലിട്ടാണ് വേവിക്കുക ദം അടിക്കുമ്പോൾ. പക്ഷെ അത് അടിപൊളി ടേസ്റ്റാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ ദം അടിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് മൂടിയിട്ട് നമ്മുടെ മൈക്രോവേവ് ഞാനൊരു 255 ഡിഗ്രി ഫാരൻഹീറ്റിൽ ചൂടാക്കാൻ വെച്ചു. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ പാത്രം കണ്ട് ഇറക്കി അങ്ങോട്ട് വെച്ചു. സോ എന്തായാലും ചൂടാവുമല്ലോ, താഴെന്ന് മുകളിൽ നിന്നൊക്കെ ചൂട് വരും. അപ്പോൾ അവിടെ ഇങ്ങോട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനിത് യൂഷ്വലി അങ്ങനെ എടുത്തു വയ്ക്കാറാണ് പതിവ് കേട്ടോ. അധികം ചൂടില്ലാത്ത കാരണം കരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെച്ചു. പിന്നെ ഫുഡ് കഴിക്കാറായ സമയത്ത് ഞങ്ങൾ ദമ്മ് പൊട്ടിച്ചു. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം നമുക്കങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റായി. ഇന്നത്തെ കണ്ടൻറ്റ് ഇതോടുകൂടെ തീരുന്നു. അയ്യോ, കണ്ടൻ്റ് അല്ല, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. ആക്ച്വലി ഈ ബിരിയാണി വീഡിയോ ഞാൻ 2-3 ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്. പക്ഷേ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടോ തോന്നിയില്ല. കാരണം എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ആക്ച്വലി ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തല്ലേ, സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഇനി അടുത്ത വീഡിയോ വരണവരെ ബൈ ബൈ. ബൈ ബൈ ഫ്രം ഫിൽറ്റർ കാപ്പി. ഹലോ കേറ്റ്, എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളി സൂപ്പർ. കൊച്ചിന് പറയാറിയത്തില്ല. മിലൻ സാർ, ഞാൻ കഴിക്കുന്നില്ല, കഴിച്ചവള് തന്നെയാണ് കഴിക്കുന്നത്. അഭിപ്രായം ഇന്നലെ ബിരിയാണി കഴിച്ചല്ലേ, എങ്ങനെയുണ്ട്? വളരെ നല്ല ബിരിയാണിയാണ്. എനിക്കറിയാം ഗിഫ്റ്റ് നല്ലൊരു കുക്കാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കഴിവ് അത് കാണാൻ പറ്റും.